10-ാം പീയൂസിന്റെ തിരുനാൾ നാം സാഘോഷം കൊണ്ടാടുകയാണ്. അതേസമയം തന്നെ ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളും ആഘോഷിക്കുന്നു.
ഇത് രണ്ടും ചേർന്ന് വളരെ ആഘോഷപൂർവമായ ഒരു തിരുനാൾ നമുക്ക് ഏവർക്കും ആഘോഷിക്കാനിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ലതീനോടെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭക്തിപൂർവ്വം സ്നേഹാദരങ്ങളോടെ ഈ തിരുവലിയിൽ പങ്കുചേരാം. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേൽ ക്ഷമിക്കാനാ ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ യോസേഫിന്റെയും സകല വിശുദ്ധരുടെയും സുഗതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഗതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവുമാർ മാത്യു മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മകളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിൽ കാരണഭൂതനായ വിശുദ്ധ പത്താംബിയോസിന്റെ സുഗതങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവത്തിൻ പരിമളയായി വന്നൊരു പുണ്യാത്മാ, പരിമളയായി വന്നൊരു പുണ്യാത്മാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വലിയ പല സൗകര്യങ്ങളും എല്ലാവർക്കും ആവശ്യം ഇരിപ്പിടങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ ഇന്ന് ഒന്നിച്ചു ചേർത്തിരിക്കുന്നത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലുള്ള ഈ വിശ്വാസം, കർത്താവിലേക്ക് നമ്മെ നയിക്കുന്ന പരിശുദ്ധ കന്യകയുടെയും മറ്റ് വിശുദ്ധരുടെയും ഒക്കെ മാധ്യസ്ഥ ശക്തിയിലുള്ള വിശ്വാസം, ഇതൊക്കെയാണ് നമ്മളെ ഇന്ന് ഇവിടെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകമായ സവിശേഷമായ ഒരു അനുഭവമാവണം ഇന്നത്തെ ഈ ആരാധനയും നമ്മുടെ ഒത്തുചേരലുമെല്ലാം. സാധാരണ ഉത്സവങ്ങളിലേക്കാൾ വ്യത്യസ്തമായി നമുക്കത്ര തന്നെ പരിചിതമല്ലാത്ത, എപ്പോഴും നമ്മൾ സ്വീകരിക്കാത്ത ഒരു ആരാധന രീതി ഈ വഴിയരികിൽ നിന്നുകൊണ്ട് ഈ ചുരുങ്ങിയ ഇടത്തിൽ നാം അർപ്പിക്കുമ്പോൾ അത് തീർച്ചയായും ദൈവാനുഗ്രഹപ്രദമായ ഒരു നിമിഷമാണ്. കാരണം നമ്മുടെ ഏറ്റെടുക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും തമ്മിൽ കാണുന്നത് അതിനോട് ചേർത്തുള്ള അനുഗ്രഹം അവിടുന്ന് നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഈ ഇടവക സമൂഹത്തിൻ്റെ ഒക്കെ പ്രത്യേകമായ നിയോഗങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് തമ്മിലായി മുമ്പിൽ കൊണ്ടുവരാൻ ഒരു ഹൃദയവും മനസ്സുമായി ഒരൊറ്റ ആരാധനാ സമൂഹമായി ഈ അധ്യായം ഒന്ന് ചേർന്ന് നമുക്ക് ഇതിൽ സന്ദർശിക്കാം. പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ
വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ നിശബ്ദരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു കുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാളെ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ ഭക്താവീയോസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഒന്നാമധ്യായം 18 മുതൽ 25 വരെയുള്ള ഒരു ആശ്രയിച്ചാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് പുരുഷന്റെ വചനം മോശമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ. വിജ്ഞാനി എവിടെ? നിയമത്തിൽ എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം മോശമാക്കിയല്ലോ. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗിച്ചത് മോശം വേണ്ടി രക്ഷിക്കാൻ അവിടുന്ന് തീരുമാനത്തായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇറക്കിയും വിചാരങ്ങൾക്ക് മോശമായ സൂക്ഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിന്റെ ബോധം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. സമാധാനം നിങ്ങളോടുകൂടെ. മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 4 തിരുവചനങ്ങൾ 12 മുതൽ. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസറത്ത് വിട്ട് സെബൂലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനൗമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടെന്ന് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബൂലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി, അന്ധകാലത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ ഒരു വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പറഞ്ഞ സഹോദരി സഹോദരന്മാർ, ഞാൻ ഒരു കഥ പറയാം, ഒരു ജീവചരിത്രം. 1835 ഇറ്റലിയിലെ ട്രെവീസു എന്ന രൂപതയിലെ റീസ് എന്ന കൊച്ചു ഇടവകയിൽ
ജിയോവാനി സാർത്തോ എന്ന ആൾക്ക് വലിയ ഒരു കുടുംബമുണ്ടായിരുന്നു. ആ കുടുംബത്തിലേക്ക് 10 മക്കളിൽ രണ്ടാമനായി ജനിച്ച ആളാണ് ജോസഫ് സാർത്തോ. ഈ ജോസഫ് സാർത്തോ തന്റെ കുടുംബം വളരെ ദരിദ്രമായ സാഹചര്യങ്ങളിലായിരുന്നതിനാൽ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. കുഞ്ഞുനാളിലൊക്കെ പഠിക്കുവാനായി ദൂരെയുള്ള സ്കൂളിലേക്ക് നടന്നു പോകേണ്ടിയിരുന്നു. മറ്റ് പല വിദ്യാർത്ഥികളും ഷൂസ് ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരുന്നതിനാൽ നഗ്നപാതനായി സ്കൂളിലേക്ക് നടന്നു പോയിരുന്നു. പഠനത്തിൽ സമർത്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സെമിനാരിയിലേക്ക് പ്രവേശിച്ച് പഠിക്കുവാനുള്ള സ്കോളർഷിപ്പ് ഒക്കെ ലഭിച്ചു. സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചപ്പോൾ പ്രൊഫസർമാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല പയ്യനാണ്, നല്ല ഉത്സാഹമുണ്ട്, സാമർഥ്യമുണ്ട്, നല്ല മിടുക്കനായ ഒരു അച്ഛനായി തീരും എന്നവർ അന്നേ പറഞ്ഞു. 1958 വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് ഐക്യപ്പെട്ട ഇടവകളിലൊക്കെ വളരെ സ്തുത്യർഹമായ സേവനമാണ് ഈ വൈദികൻ അനുഷ്ഠിച്ചത്. എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. കാരണം വളരെ ഓജസ്സുറ്റ പ്രസംഗം, ദൈവവചന പ്രഘോഷണമൊക്കെ വളരെ ഭംഗിയായി നിറവേറ്റുന്നു. കൂദാശകളിലെല്ലാം വളരെ ദൃഢനിശ്ചയത്തോടെയുള്ള ഒരു കൃത്യനിഷ്ഠ, കാര്യങ്ങൾ സമയത്തിന് തീർക്കുന്ന ഒരു ശീലം, കുമ്പസാരക്കൂട്ടിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനുള്ള സന്നദ്ധത, ആളുകളോടുള്ള ഹൃദ്യമായ പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങളിലൂടെയെല്ലാം എല്ലാ ഇടവകകളിലും അദ്ദേഹം വളരെ വളരെ പ്രസിദ്ധനായി തീർന്നു. സ്തുത്യർഹമായി ഇങ്ങനെ അനേകം ഇടവകകളിൽ സേവനമനുഷ്ഠിച്ചതിന് ശേഷം 1884 മാൻഡുവ എന്ന രൂപതയുടെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഈ മെത്രാഭിഷേകത്തിനൊക്കെ ശേഷം അദ്ദേഹം സ്വന്തം വീട്ടിൽ ചെന്നു. അമ്മ അവിടെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ നമ്മുടെ പുതിയ മെത്രാൻ അമ്മയെ തന്റെ മെത്രാന്മാരുടെ സ്ഥാനം മോതിരം കാണിച്ചു കൊടുത്തു. അപ്പൊ അമ്മ സന്തോഷത്തോടെ അതിൽ നോക്കിയിട്ട് സ്വന്തം വിരലുയർത്തി തന്റെ വിവാഹമോതിരം കാണിച്ചു. എന്നിട്ട് മെത്രാനായ ഈ മകനോട് പറഞ്ഞു, മോനെ, ഞാൻ ഈ മോതിരം ഇട്ടില്ലായിരുന്നെങ്കിൽ നീ ഇന്നത് അണിയില്ലായിരുന്നു. അങ്ങനെ കുടുംബ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് മക്കളുടെ ജീവിതത്തിലുള്ള സ്വാധീനത്തെ പറ്റി വളരെ വ്യക്തമായി മനസ്സിലാക്കി മുന്നേറുന്ന മെത്രാൻ പിന്നീട് 1893 വളരെ വിശിഷ്ടനായ ഈ മെത്രാൻ കർദിനാളായി ഉയർത്തപ്പെട്ടു. അതേ വർഷം തന്നെ വെനീസിലെ പാത്രിയർക്കീസായി മാറുകയും ചെയ്തു. പിന്നീട് 1903 അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ലയോൺ മാർപ്പാപ്പ കാലത്യാഗം ചെയ്തപ്പോൾ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കുവാനായി നമ്മുടെ കർദിനാൾ സാർത്തോ, ജോസഫ് സാർത്തോ കർദിനാളും ഈ കോൺക്ലേവിൽ പങ്കെടുക്കുവാനായി റോമിലേക്ക് ചെന്നു. ഏകദേശം കോൺക്ലേവ് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നൊക്കെ കണക്ക് കൂട്ടി റിട്ടേൺ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് അദ്ദേഹം പോരുന്നത്. അവിടെ ചെന്നപ്പോ വളരെ സാത്വികനും വിശുദ്ധനുമായ ഈ കർദിനാളിനെയാണ് എല്ലാവരും കൂടെ അടുത്ത മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത്. ആ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം സ്വീകരിച്ച സ്ഥാനപ്പേരാണ് 10-ാം പിയൂസ്. നമ്മുടെ ഇന്നത്തെ ഈ തിരുനാളിന്റെ കാരണഭൂതനായ വിശുദ്ധൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. മാർപ്പാപ്പയായപ്പോൾ തന്റെ അടിസ്ഥാന വാചകമായി, മോട്ടോ ആയി അദ്ദേഹം തിരഞ്ഞെടുത്തത് ക്രിസ്തുവിൽ സർവവും നവീകരിക്കുക എന്നുള്ളതായിരുന്നു. ക്രിസ്തുവിൽ സർവവും നവീകരിക്കുക എന്നത് സഭയിലെ ജീർണിതമായ പല വ്യവസ്ഥകളെയും സംവിധാനങ്ങളെയും ആരാധനാക്രമ രീതികളെയും പരിഷ്കരിക്കുവാനും നവീകരിക്കുവാനും വളരെ ശക്തമായ ശ്രമം 11 വർഷക്കാലം നീണ്ട തന്റെ മാർപ്പാപ്പ ജീവിതത്തിൽ 10-ാം പിയൂസ് കാണിച്ചിരുന്നു. അതിന്റെ പടിയായി ആദ്യമേ തന്നെ അദ്ദേഹം കുർബാന പുസ്തകം നവീകരിച്ചു. പഴയ കാലാനുസൃതമല്ലാത്ത പ്രാർത്ഥനകളും രീതികളും ഒക്കെ ഒഴിവാക്കി നവീകൃതമായ ഒരു കുർബാന പുസ്തകത്തിന് രൂപം നൽകി. പിന്നീട് സഭയുടെ യാമപ്രാർത്ഥനകളായ കാനോന നമസ്കാരം അദ്ദേഹം നവീകരിച്ചു. ആരാധനാ ഗീതങ്ങൾ, ദിവ്യബലിയിലും മറ്റ് കൂദാശകളിലും നാം ഉപയോഗിക്കുന്ന വിവിധങ്ങളായ ആരാധനാ ഗീതികളെല്ലാം പരിഷ്കരിച്ചു. സഭയുടെ കാനോനിക നിയമ സംഹിത പുതിയതായി പരിഷ്കരിക്കുവാനും ക്രോഡീകരിക്കുവാനുമുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. സഭയ്ക്ക് കൗദാശിക ജീവിതത്തിൽ നിന്ന് ഉളവാകുന്ന സാമൂഹിക പരിവർത്തനത്തിലേക്ക്, സാമൂഹിക ജീവിതത്തിലേക്ക് നീളുന്ന ഒരു പുതിയ മുഖവും ദർശനവും നൽകുവാൻ വിശുദ്ധ 10-ാം പിയൂസിന് സാധിച്ചു. എന്നാൽ ഈ പറഞ്ഞ നേട്ടങ്ങൾക്കെല്ലാം ഉപരിയായി സഭ ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ ഓർക്കുന്നത് തന്റെ മാർപ്പാപ്പമാരിൽ
വളരെ മഹാന്മാരായ മാർപ്പാപ്പന്മാരുടെ ഗണത്തിലേക്ക് പത്താം പീയൂസിനെ ചേർത്ത് വയ്ക്കുന്നത് വളരെ സവിശേഷമായ മറ്റൊരു കാര്യവും കൊണ്ടുകൂടിയാണ്. പാപ്പയാണ് എല്ലാ വിശ്വാസികൾക്കും വേണ്ടത്ര ഒരുക്കത്തോടെ, ഭക്തിയോടെ, ആദരവുകളോടെ മുഴുവൻ കുർബാനയിൽ സംബന്ധിച്ചാൽ ഏത് ദിവസവും അവർക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാം എന്നുള്ള ഉത്തരവിറക്കിയത്. ഇതേ പത്താം പീയൂസ് ആണ് കുറച്ചു കാലത്തിന് ശേഷം തിരിച്ചറിവായ പ്രായപൂർത്തിയായ കുട്ടികൾക്ക് ദിവ്യകാരുണ്യം എന്ന കൂദാശയുടെ അർത്ഥവും ആഴവും കുറെയെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്ന കുട്ടികൾക്കും ദിവ്യകാരുണ്യം സ്വീകരിക്കാം എന്നുള്ള നിയമം കൊണ്ടുവന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പ എന്നറിയപ്പെടുന്നത്. ഇന്ന് വളരെ സമുചിതമായി നാം വിശുദ്ധ പത്താം പീയൂസിന്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മുടെയൊക്കെ സഭാ ജീവിതത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്രമായി നിലകൊള്ളുന്ന ദിവ്യകാരുണ്യത്തെ പറ്റി ഏതാനും വിചിന്തനങ്ങൾ അനിവാര്യമാണെന്ന് തോന്നുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ദിവ്യകാരുണ്യത്തെ മറ്റ് സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നത് നമുക്ക് അറിയാം, കുറെയെങ്കിലും പരിചിതമാണ്. അതിൽ ഏറ്റവും പ്രശസ്തമായ അധ്യായം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. അവിടെ ഗലീലി കടൽ തീരത്ത് വെച്ച് 5000-ത്തിലധികം വരുന്ന ജനക്കൂട്ടത്തിന്, അതായത് പുരുഷന്മാരെയാണ് അന്നത്തെ കാലത്ത് ആളുകളായി എണ്ണിയിരുന്നത്. അതുകൊണ്ട് 5000-ത്തോളം പുരുഷന്മാരും കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വിച്ച് മീൻസ് വളരെ വലിയ ഒരു ജനാവലി അവിടെ സമ്മേളിച്ചിരുന്നു. ഈ ജനാവലിക്ക് തന്റെ സുവിശേഷ പ്രഘോഷണത്തിന് ശേഷം അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത് അവരുടെ വിശപ്പും ദാഹവും ക്ഷീണവും അകറ്റുന്ന തമ്പുരാനെ നാം കാണുന്നു. ഇത് നാം ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്. എന്നാൽ ബൈബിൾ പണ്ഡിതന്മാർ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന വളരെ സവിശേഷമായ വേറൊരു കാര്യമുണ്ട്. ഈ 5000-ത്തിലധികം വരുന്ന ജനക്കൂട്ടം സത്യത്തിൽ ആരായിരുന്നു? സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽപ്പെട്ടവരൊന്നും ആയിരുന്നില്ല അവർ. സ്വാഭാവികമായും മതമേലധ്യക്ഷന്മാരും നിയമജ്ഞന്മാരും ഒക്കെ അവരെ സിനഗോഗിൽ നിന്ന് ആട്ടിപ്പായിച്ചും അവർക്ക് ഒരു തരത്തിലും തമ്പുരാന്റെ അടുക്കിലേക്ക് ആരാധനയ്ക്കായി അണയുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട, മാർജിനലൈസ് എന്ന് നമ്മൾ പറയുന്ന വശങ്ങളിലേക്ക് ഒതുക്കപ്പെട്ട ആളുകളുടെ ഇടയിലേക്കാണ് യേശു സുവിശേഷവുമായി കടന്നു വരുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം അത് കാണുന്നുണ്ട്. വിജാതീയരുടെ ഗലീലി എന്നാണ് അറിയപ്പെടുന്നത്. യഹൂദരുടെ ഏറ്റവും വിശിഷ്ടമായ ആരാധനാ പദവികളൊക്കെ അലങ്കരിക്കുന്ന മേൽലാളന്മാരുടെ ഇടയിലല്ല, ഗലീലിയിലെ സാധാരണക്കാരുടെ ഇടയിലാണ് യേശു തന്റെ സുവിശേഷം പ്രഘോഷിച്ചത്. ഇവിടെ അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ പഴയ നിയമത്തിലെ ഒത്തിരിയേറെ ഓർമ്മകൾ ആ ആളുകളിൽ അവിടെ ഉണർത്തുകയായിരുന്നു. സങ്കീർത്തനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ 78-ാം സങ്കീർത്തനം 24-ഉം 25-ഉം വചനങ്ങൾ, 105-ാം സങ്കീർത്തനത്തിലെ 40-ാം വചനം, ജ്ഞാനത്തിന്റെ പുസ്തകം 19-ാം അധ്യായം 21-ാം വചനം തുടങ്ങിയവയെല്ലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്ന മന്നയെപ്പറ്റി പറയുന്നു. ദൈവം അപ്പവും പാനീയവുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന, അവരുടെ ഭൗതിക ക്ഷീണവും ദാഹവും എല്ലാം അകറ്റുന്ന കഥ നാം വായിച്ചിട്ടുണ്ട്, ചരിത്രം നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് യേശു കടന്നു വരുമ്പോൾ വളരെ പുതിയ ഒരു മാനം അതിന് നൽകുവാൻ അവിടത്തേക്ക് സാധിക്കുന്നുണ്ട്. ഇതുവരെ ജനങ്ങൾ കണ്ടിരുന്ന ഒരു മന്ന സങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായി തങ്ങളുടെ ഇടയിലേക്ക് മജ്ജയും മാംസവും എടുത്ത് കടന്നു വരുന്ന, തങ്ങളിൽ ഒന്നായി തീരുന്ന ഒരു സുവിശേഷകനെ, ദൈവപുത്രനെ ജനം അനുഭവിച്ചറിയുകയാണ്. ഇത് ആണ് വിശുദ്ധ കുർബാനയുടെ കൗദാശികമായ സവിശേഷമായ ഒരു മാനം. അതുകൊണ്ട് തന്നെയാണ് അന്ത്യ അത്താഴ വേളയിൽ നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വിശുദ്ധ കുർബാന നമ്മുടെ കർത്താവ് സ്ഥാപിക്കുന്നത്. ഇത് സഭയുടെ കൗദാശികമായ വിശുദ്ധ കുർബാനയെ കൗദാശികമായി സമീപിക്കുന്ന ഒരു രീതി. എന്നാൽ ഇതേ ദിവ്യകാരുണ്യത്തിന് സാമൂഹിക മാനം എന്തെന്ന് ഈ ഒരു ശുശ്രൂഷയിലൂടെ നമ്മുടെ തമ്പുരാൻ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് നാം ദിവ്യവിലയ്ക്കായി ഇത്രയും സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം അതേ തമ്പുരാന്റെ അതേ വാക്കുകളിലൂടെ ആവർത്തിക്കപ്പെടുന്ന അതേ ദിവ്യകാരുണ്യത്തിനായി ഒന്നിച്ചു ചേരുമ്പോൾ നമ്മളോടും ആവശ്യപ്പെടുന്നത് ദിവ്യകാരുണ്യത്തിന്റെ ഈ രണ്ട് മുഖങ്ങളും കാണുവാനാണ്, ഈ രണ്ട് വശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുവാനാണ്. കൗദാശികമായി നാം എല്ലാവരും അത് നിറവേറ്റുന്നവരാണ്. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സാധിക്കുന്ന ഇട ദിവസങ്ങളിലുമൊക്കെ ദേവാലയത്തിൽ കടന്നു വരുവാനും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും ഒരുങ്ങിയിട്ടുള്ളപ്പോഴെല്ലാം ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനും നാം തയ്യാറാകുന്നതാണ്. എന്നാൽ ഇതിന്റെ സാമൂഹിക മാനമാണ് പലപ്പോഴും സഭയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കരികുന്നത്തേക്ക് ഇന്ന് കടന്നു വന്നപ്പോൾ എനിക്കേറെ സന്തോഷം നൽകിയ ഒരു കാര്യം, ദിവ്യബലിയുടെ വിശുദ്ധ കുർബാനയുടെ ഈ സാമൂഹികമായ മാനം നിങ്ങൾ ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിനാണ്. ഇന്ന് രാവിലെ വികാരി അച്ഛനോടൊപ്പം
പുളികുത്തിയിൽ പോയി നിങ്ങൾ നിർമ്മിക്കുന്ന നമ്മുടെ ഇടവക സമൂഹത്തിലെ ഒരു കുടുംബത്തിന് നിങ്ങൾ നിർമ്മിച്ച് നൽകുന്ന സ്നേഹ വീടിന്റെ തറക്കല്ലിടയിൽ പങ്കെടുക്കുവാനിടയായി. ആ തിരുക്കർമ്മത്തിൽ പങ്കെടുത്തപ്പോൾ ഉള്ള നിറയെ സന്തോഷം തോന്നി. കരിങ്കുന്നക്കാരെ കുറിച്ച് ഒത്തിരി അഭിമാനം തോന്നി. കാരണം ദേവാലയ കേന്ദ്രീകൃതമായി മാത്രം തീരുന്ന ഒരു ആരാധനയല്ല നിങ്ങളുടേത് എന്റെ ജീവിതത്തിലൂടെ നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉള്ളായ്മയിൽ നിന്നും ഇല്ലായ്മയിൽ നിന്നും നമ്മുടെ കുറവുകളിൽ നിന്നും നിറവുകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മാറ്റിവെച്ച് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത ഒരാൾക്ക് അത് പങ്കുവയ്ക്കുവാൻ നാം തയ്യാറാകുമ്പോൾ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിലെ നേർ സാക്ഷ്യമായി മാറുകയാണ്. പള്ളിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ആചാരമായി, അനുഷ്ഠാനമായി, ഒരു കർമ്മമായി മാത്രം അവസാനിക്കാതെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്ന, ജീവിതത്തിൽ അന്വർത്ഥമാകുന്ന ഒരു വലിയ സാക്ഷ്യത്തിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഇൻജസ്റ്റിസ് എനിവെയർ ഈസ് ആൻ ഇൻജസ്റ്റിസ് ഓർ എ ത്രെറ്റ് ടു ജസ്റ്റിസ് എവ്രിവെയർ. ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും അനീതിയും അക്രമവും കളിയാടുന്നുണ്ടെങ്കിൽ അത് ലോകത്തെമ്പാടുമുള്ള നീതിക്കും സമാധാനത്തിനും എതിരായുള്ള ഭീഷണിയാണ്, വലിയ ഭീഷണിയാണെന്ന് പറയുന്നത്. ഈ ഒരു തിരിച്ചറിവാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യകാരുണ്യം ഒരു ആരാധന മാത്രമായി ഒതുങ്ങാതെ നമ്മുടെ സമൂഹത്തിലേക്ക് വിഴി തുറക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ ഒരു ഇടവക സമൂഹമായി നമ്മുടെ ഈ സമൂഹത്തിലേക്ക് മൊത്തം നിങ്ങൾ കണ്ണോടിച്ചപ്പോൾ ഇത്തരം ചെയ്യാണ്. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ടതും. വിശുദ്ധ 10-ാം പിയൂസ് തിരുനാളിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നതും തന്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തിയതുമായ ആദർശ ധീരതയും ഇത് തന്നെ. ദേവാലയ കേന്ദ്രീകൃതമായി മാത്രം തീരേണ്ട ഒന്നല്ല നമ്മുടെ വിശ്വാസ ജീവിതം. അത് നമ്മുടെ സമൂഹത്തിലേക്ക്, ചുറ്റുപാടിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. നമ്മുടെ അനുദിന ജീവിത യാഥാർത്ഥ്യങ്ങളെ സ്പർശിക്കേണ്ടതാണ് എന്നുള്ള വലിയ തിരിച്ചറിവും ഉൾക്കാഴ്ചയും നമുക്ക് നൽകുന്നു. ഇതിനൊക്കെ നമ്മെ പ്രേരിപ്പിക്കുന്നത് ദിവ്യകാരുണ്യം എന്ന വലിയ ശക്തിയാണ്. ഈ വലിയ ശക്തി സകല ലോകങ്ങളുടെയും സൃഷ്ടാവും നിയന്താവും പരിപാലകനുമായ ദൈവം വളരെ നേർത്ത ഒരു ഗോതമ്പപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു ത്യാഗത്തിന്റെ അനുഭവമായി നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് സജീവമായ ദിവ്യകാരുണ്യ വേളയിൽ നാം പാടുന്ന ഒരു ഗാനത്തിലെ 2 വരികൾ ഇപ്രകാരം നാം എപ്പോഴും പാടുന്നത്: ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. അതെ, ഇത്ര ചെറുതാകാൻ ഒത്തിരി വളരേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നാം എല്ലാവരും ഒത്തിരി വളരേണ്ടിയിരിക്കുന്നു. ആ വളർച്ചയിലുള്ള പാതയിൽ നാം മുന്നേറുകയാണ്, അതിലേക്ക് നാം പടിവെച്ച് നീങ്ങുകയാണ് എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. നമുക്കതിലേറെ അഭിമാനിക്കുകയും ചെയ്യാം. അതേസമയം തന്നെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നാം തിരിച്ചറിയുമ്പോൾ, നമ്മുടെ ഓരോ ദിവ്യബലിയിലും ഇതൊരു ആഘോഷമായി മാറുമ്പോൾ, നമ്മൾ തിരിച്ചറിവോടെ ഉൾക്കാഴ്ചയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോൾ അനന്തമായ ശക്തിയുടെ സ്നേഹത്തിന്റെ അനുഭവം നാം തിരിച്ചറിയുകയാണ്. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് രചിക്കപ്പെട്ട ഒരു കവിത ജോയ് ചെഞ്ചേരിൽ അച്ഛൻ അവസാനിപ്പിക്കുന്നത് ഈ വരികളോടെയാണ്: ഒരു ചെറുകാറ്റിൽ പറക്കുവാൻ പോകുന്നൊരു ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റുടുക്കിയോരുണ്ടെന്നറിയുക. ഒരു ചെറുകാറ്റിൽ പറക്കുവാൻ പോകുന്നൊരു ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റൊടുക്കിയോരുണ്ടെന്നറിയുക. ആ അറിവിന്റെ നേരിൽ നനയുക, നിറയുക, വിടരുക. ഇതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദിവ്യകാരുണ്യം ആഹ്വാനം ചെയ്യുന്നത്. എത്ര വലിയ അങ്ങനെ ദിവ്യകാരുണ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, കുടുംബ ജീവിതങ്ങളിൽ, സമൂഹങ്ങളെ നവീകരിക്കുന്ന അനുഭവമായി തീരട്ടെ. വിശുദ്ധ 10-ാം പിയൂസിന്റെ തിരുനാൾ ഇതിനെ നമ്മെ സമുചിതമായി പ്രേരിപ്പിക്കുകയും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യട്ടെ. തന്റെ ജീവിതത്തിലുടനീളം ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി ഉയർത്തിപ്പിടിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത വിശുദ്ധ 10-ാം പിയൂസ് നമ്മെ സ്വാധീനിക്കട്ടെ. നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ നവീകരണമാകുവാൻ, ദിവ്യബലി കേന്ദ്രീകരണമായി ജീവിതം നയിക്കുവാൻ, വ്യക്തിപരമായും കുടുംബപരമായും സമൂഹമായും ഒരു ഇടവക എന്ന നിലയിലും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ല ദൈവം വിശുദ്ധ 10-ാം പിയൂസിലൂടെ നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. സമാധാനിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്യുന്നതായി ഞങ്ങളുടെ മേലധികാരികൾ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങൾ നിഷ്കരണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏരിയയുടെ നിഷ്ഠതയോടെയും മോശയുടെ ധൈര്യത്തോടുകൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താപോർമായിൽ വെച്ച് ഗുരുവാദകപ്പെടുകയും
നിന്റെ മുഖത്ത് കണ്ടും പ്രീതിപൂർണ്ണ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്തവനാകെ വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ തന്നെ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമമടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനത്തെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജനത്തെയും വാഗ്ദാന നാട്ടിലേക്കും മൂച്ച് നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്കും ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവും മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭാധ്യക്ഷ പിതാവുമായ മാർ ജോർജ് ശേഷം മെത്രാപ്പൊലീത്തയും മാർ മാത്യു മെത്രാപ്പൊലീത്തയും മാർ ജോസഫ് മെത്രാനെയും സഭാധ്യക്ഷന്മാരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉത്താരവും പ്രതീക്ഷയുമായ മിശിഹായെ നീ കുരിശടികളത്തോടുകൂടി വാനമേഘങ്ങളിൽ ആഗതരാകുമ്പോൾ നിന്റെ വലത്തുഭാഗം തടഞ്ഞെടുക്കുവാൻ ഞങ്ങളെ അർഹരാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മളുടെ പിതാവിനെ പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുക. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന നല്ല ഇടയ നേർവഴി വിട്ടുപോയവരെ ഇതിന്റെ പാതയിലേക്ക് ആനയിക്കണമേ. വിശുദ്ധ പത്താമീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ ഏവരുടെയും വ്യക്തിജീവിതത്തിലും കുടുംബങ്ങളിലും നിന്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ മഹത്വപൂർണ്ണമായ ആഗമനത്തിൽ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. Amen.
സൽക്കർമ്മികളെയും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിരോദ്ധാരത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ പുത്രനും സകല സൃഷ്ടികൾക്കും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എല്ലാം സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിനോട് സകലയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. കാലത്ത് പീഡനം സഹിക്കുകയും ശരിയായി കൊല്ലപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും വേദപ്പെടുകയും പോലെ മൂന്നാം ദിവസം ഉയർത്തുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും തിരിക്കുവാൻ അവിടുന്ന് എഴുന്നള്ളിയിരിക്കുന്നു. പിതാവിന്റെ പുത്രപ്പെടുന്ന സത്യാത്മാവും ജീവനാളവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായും ശരീരത്തിലേക്കും നിത്യായുസ്സും ചെയ്യുന്നു. ആമേൻ. സകലത്തിനെയും നാഥനായ ദൈവം ജനസ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികളുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെത്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസമനുസരിച്ച് ഈ ലോകത്ത് ബലപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിഷയയുടെ കൃപയാൽ ഈ നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ ജീവനും കാരണമാവട്ടെ. ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ ഞങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെയും കർത്താവ് നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യപൂർവ്വം നിന്ന് എവിടെ അക്ഷയിക്കപ്പെടുന്നവയും പൂശിരി വീശുകയും വൈവകമായ രഹസ്യങ്ങൾ കൂട്ടാശിക്കുന്നു. പുരോഹിതൻ തന്റെ മാതൃത്വം വഴി സമാധാനം സ്വന്തമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾക്കായി വിചാരശബ്ദത്തിലേക്ക് കേൾത്തി വിശുദ്ധരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതരായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. Hallelujah.
ദർശനം അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സഭയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാധാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടി പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ഭക്തരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചുകൊള്ളുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായി ദാസന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അങ്ങ് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സമർപ്പിതരമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും വിശുദ്ധ പീയൂസിന്റെ മാധ്യസ്ഥം വഴി
ഞങ്ങൾ സവിശേഷമായ ഒരു വിശുദ്ധ കുർബാന സമൂഹമായി മാറുന്നതിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ ദൈവത്തിനായ ഈശോമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധ്യാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശുദ്ധരായും ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്വഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ നിന്റെ നാമത്തിൽ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. But
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെ അമൂല്യമായ ദിവസങ്ങളെ നമുക്ക് സത്യാഗ്രഹം ശ്രമിക്കാം. അന്താവുന്നതോടെ അപരാധം നിരഞ്ഞുകൊണ്ടും പാപങ്ങളെ പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരത്തെ വിഷമിച്ചുകൊണ്ടും നമുക്ക് സ്വർഗത്തിന്റെ നാഥനാഗ്രഹത്തോട് കൃപയും പാപങ്ങളെ യാചിക്കുകയും ചെയ്യാം. ഇന്നലുള്ള കലകളും വിടുന്ന നമ്മൾ സാക്ഷ്യശുദ്ധീകരിക്കാം. സ്വന്തം വിദേശത്തിൽ നിന്നും നമ്മുടെ അന്മകളെ ഉത്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൂരവശങ്ങളിൽ പങ്കുകൊള്ള കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ആത്മാവിനാശിക്കും കാരണമാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. മഹോന്നതയുമായ ഈ സ്വർഗ്ഗരാജ്യത്തെ സകലവിശുദ്ധരോടും കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഈ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കണേ. നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ വഴി വലിയ ശരീരങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വസിഹായ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരൻ, ഇത് നമുക്കായി സ്വർഗീയപ്പെടുന്നതിരിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന നമ്മെ ദൈവനിർണയവുമായി എന്റെ ആരാധന വാഴ്ചകളാകട്ടെ.
ഇന്നാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇന്ന് ഈ ദിനം ഏറ്റവും മനോഹരമാക്കുവാൻ സഹായിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ അനുസ്മരിക്കുന്നു. ഈ കുരിശുപള്ളിയിലെ ചുറ്റുപാട് താമസിക്കുന്ന എല്ലാവരും ഈ കുരിശുപള്ളിയും ഇതിന്റെ പരിസരവും അലങ്കരിക്കുന്നതിന് വളരെ താല്പര്യം കാണിച്ചത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെയുള്ള യുവജനങ്ങൾ അവരാണ് ഈ പ്രത്യേകിച്ച് പ്രധാനമായിട്ടും ഈ തോരണമെല്ലാം കെട്ടി ഇത് മനോഹരമാക്കിയത്. അവർക്ക് ഞാൻ വളരെ ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ കൈകാരന്മാരും കണക്കിനും കപ്പിയാരും കമ്മിറ്റി അംഗങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഇതില് വളരെ ആത്മാർത്ഥമായി ഈ ദിനം മനോഹരമാക്കുവാൻ സഹായിച്ചത് നന്ദിയോടുകൂടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അതിനുപരിയായി ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സനലച്ചന് ഞാൻ ഈ അവസരത്തിൽ എല്ലാവരുടെയും നാമത്തിൽ നന്ദി പറയുകയാണ്. നമുക്ക് ഏറെ സന്തോഷവും ഏറെ അഭിമാനവുമാണ് അച്ഛന്റെ പ്രവർത്തനങ്ങളും അച്ഛന്റെ ജീവിതവും. തീർച്ചയായും ഇനിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം കൂടുതൽ നന്മകളും കൂടുതൽ അനുഗ്രഹങ്ങളും വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടെ ഇവിടെ വന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചതിന് എല്ലാവരുടെയും നാമത്തിൽ അച്ഛനെ പ്രത്യേകമായ നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വിശുദ്ധവാണിക്ക് ശേഷം ഉൽപ്പന്നങ്ങളുടെ ലേലമാണ്. ലേലം പിടിക്കുന്നവര് അപ്പോൾ തന്നെ അതിന്റെ പണം കണക്കിന്റെ അടുത്ത് ഏൽപ്പിക്കണം എന്ന കാര്യം കൂടെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ജ്ഞാനായ മൾട്ടി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ 8ാമത് ശാഖ തൊടുപുഴയിൽ ഉടൻ തന്നെ ആരംഭിക്കുന്നു. ഈ ബാങ്കിലേക്ക് 2 ജോലിക്കാരെ ആവശ്യമുണ്ട്. ഒരു മാനേജർ പോസ്റ്റും ഒരു കാഷ്യറും. മാനേജർ പോസ്റ്റിലേക്ക് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് പെൻഷനായ ജ്ഞാനായ സമുദായാംഗങ്ങളുടെ അപേക്ഷയാണ് ക്ഷണിക്കുന്നത്. അതുപോലെ ബികോം എംകോം ബിരുദധാരികളായ സമുദായ അംഗങ്ങളെ കാഷ്യർ പോസ്റ്റിലേക്കും അവരുടെ അപേക്ഷ ക്ഷണിക്കുന്നു. താല്പര്യമുള്ളവര് അവരുടെ അപേക്ഷ ശ്രീ ജോസ് ഐരേടത്തിന്റെ പക്കൽ കൊടുക്കുക. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച 10,764 രൂപയാണ്. 15-ാം തീയതി നാളെ രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെ ഒരു മംഗളവാർത്ത ധ്യാനം നെടികാട് പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നു. താല്പര്യമുള്ളവർ അതിന് സംബന്ധിക്കുക. വൈകുന്നേരം 5 മണിക്ക് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം നിര്യാതയായ ഏലിയാമ്മ ജോസഫ് കൂട്ടുങ്കലിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സ്വവസതിയിൽ ആരംഭിക്കുന്നതാണ്. ഈ ആഴ്ചയിൽ നമ്മുടെ അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരുടെ വാർഷിക ധ്യാനമാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. ബഹുമാനപ്പെട്ട നേരിടത്തച്ഛൻ നമ്മളെ സഹായിക്കാനായിട്ട് ഉണ്ടാകും. പള്ളി സംബന്ധമായ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ നിങ്ങൾ ബഹുമാനപ്പെട്ട കൈകാരന്മാരെ ബന്ധപ്പെടണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ ദിനങ്ങളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതാണ്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ സർവോച്ച പ്രിയ കരിമ്പന്തം ദേവക്കാരൻ ഒരിക്കൽ കൂടി ഇവിടെ വരുവാനും നിങ്ങളോടൊത്ത് ഏറ്റവും വലിയ ആരാധനയിൽ പങ്കുചേരുവാനും അവസരം ലഭിച്ചതിനെ തമ്പുരാനും വളരെ സുവിശേഷമായ അച്ഛൻ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ഞാനിപ്പോൾ ആലുവയിലാണ്. ഇവിടുത്തെ ഞങ്ങൾ സെമിനാരി ക്ലാസ്സുകളും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ കരിങ്ങനക്കാരെ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ പറയില്ല, കാരണം മറക്കാറില്ലല്ലോ. മറന്നാലല്ലേ ഓർക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങളെ ഏറെ സ്നേഹത്തോടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ കാണാനും ഒക്കെ ഭാഗ്യം ലഭിക്കുന്നത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണം. വിശുദ്ധ ഈ തിരുനാളിന് മംഗളങ്ങൾ ദൈവത്തിൽ സ്നേഹത്തോടെ ആശംസിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധന്റെ മധ്യസ്ഥത വഴി അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാവുകയും എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോട് കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങളിലൂടെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തെയും പവിത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാകൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ ആചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ എപ്പോഴുള്ള വലിയ പ്രത്യാശിക്കും നിന്റെ സന്നിധിയിൽ പ്രീതികരമാവിധം സമർപ്പിച്ച എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും.
ദൈവം നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പ്രതിഷ്ഠകാരം സാധിച്ചു തന്ന ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവാം മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സൗരീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും ആദ്യം ഒരു കുപ്പി ആട്ടിൻപാല് വിളിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യാം. 1000 രൂപ. 1500, 1600, 2000 രൂപ, 2100 രൂപ, 2100 രൂപ ഒരു തരം, 2100 രൂപ. നല്ല ആട്ടിൻപാലാണ്, കുടിച്ചാൽ നല്ല ചൂടുണ്ട്. 2100 രൂപ, 2100 രൂപ. 2100 രൂപ, 2100 രൂപ ഒരു തരം, 2100 രൂപ, 2100 രൂപ രണ്ട് തരം, 2100 രൂപ മൂന്ന് തരം. ഉറപ്പിക്കാൻ പോണു. 250 രൂപ മൂന്ന് നേരം. 500 കൊടുത്തിട്ടുള്ളൂ. 100 രൂപ, 100 രൂപ, 150 രൂപ, 150 രൂപ, 150 രൂപ ഒരു നേരം, 150 രൂപ ഒരു നേരം, 150 രൂപ രണ്ട് നേരം. ആട്ടന്മാല ഒരു കോപ്പി 150 രൂപ രണ്ട് നേരം, 150 രൂപ മൂന്ന് നേരം. ആട്ടന്മാല 100 രൂപ, 101 രൂപ, 150 രൂപ, 150 രൂപ, 150 രൂപ, 200 രൂപ. മൈക്ക് വിളിച്ചോ. മൈക്ക് കൊടുക്കുന്നേ. ഞാൻ അന്നേരം പറഞ്ഞല്ല മൈക്ക് കൊടുക്കാനാ. 210 രൂപ രണ്ട് നേരം. ഉറപ്പിക്കാൻ പോണോ? 210 രൂപ രണ്ട് നേരം, 210 രൂപ മൂന്ന് നേരം. മൈക്രോഫോണിൽ ചേർത്ത് പിടിച്ചു. 101 രൂപ, 101 രൂപ രണ്ട് നേരം, 150 രൂപ, 150 രൂപ, 150 രൂപ രണ്ട് നേരം, 150 രൂപ രണ്ട് നേരം. ഉറപ്പിക്കാൻ പോണോ? 200 രൂപ, 200
ഈ കസേര ഒന്ന് പിടിച്ച് ഏതായാലും കാണട്ടെ. $101 രൂപ. ഈ എടുക്കണമെങ്കിൽ കാശ് തരണം അല്ലേ? $25 രൂപ. $25 രൂപ. $100 രൂപ. $2100